ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. മോൻ്റെ വിശേഷങ്ങളും എൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ. മോനും ഞാനൊക്കെ രാവിലെ എണീറ്റുള്ളൂ. അപ്പം അവനെ അങ്കൻവാടിയിൽ വിടണം. അതിന് മുമ്പ് കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവൻ്റെ നഖവും മുടി ഭയങ്കര ചൂടാണ്. അവന് ഒരു അസ്വസ്ഥത, രാത്രിയിലൊന്നും ഉറക്കമൊന്നും ശരിയാവുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ മുടി വളർത്താനായിട്ട്, പക്ഷേ കഴിയുന്നില്ല. ചൂടായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ തന്നെ പിടിച്ച് വെട്ടി കേട്ടോ. മോൻ്റെ ആഫ്റ്റർ ആൻഡ് ബിഫോർ ലുക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അവനെ അങ്കൻവാടിയിലേക്ക് കൊണ്ടാക്കിയതിന് ശേഷമാണ് എൻ്റെ ബാക്കിയുള്ള പണികളെല്ലാം നടക്കുകയുള്ളൂ. ഉമ്മാക്ക് കറിക്കായിട്ട് കുറച്ച് മുരിങ്ങക്കായൊക്കെ വെട്ടി അരിഞ്ഞു കൊടുത്തു. കൂടെ തേങ്ങ പൊട്ടിച്ച് തേങ്ങ ചിരവി കൊടുത്തു. കറിക്കരിയിൽ നിന്ന് പച്ചമാങ്ങയിൽ നിന്ന് ഒരു പീസ് ഞാൻ വാങ്ങി ഉപ്പും കൂട്ടി കഴിച്ചു കിട്ടും. നല്ല പുളി ഉണ്ടായിരുന്നു. മറ്റേ ഉപ്പിലിടുന്ന മാങ്ങയില്ലേ, അതായിരുന്നു. അപ്പോൾ എന്തായാലും സൂപ്പറാണ്. കുറേ കാലമായിരുന്നു പച്ചമാങ്ങ അങ്ങനെ കഴിച്ചിട്ട്. അത് കഴിഞ്ഞ് അകവും കലായൊക്കെ ഒന്ന് അടിച്ചു വാരി, കരിപ്പാത്രം ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ച്, നഖവും വെട്ടി കുളിക്കാൻ പോകുന്ന സമയത്താണ് ബാപ്പ ഇറച്ചി കൊണ്ടുവന്നത്. അപ്പോൾ അതും വെട്ടി കഴുകി വാരി ഉമ്മാക്ക് കറി വെക്കാൻ വരട്ടാനായിട്ട് ആക്കി കൊടുത്തു. അങ്ങനെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ടേബിളിൽ പിന്നെയും മുരിങ്ങക്ക കിടക്കുന്നുണ്ട് കേട്ടോ. ഫ്രഷ് മുരിങ്ങക്ക പിന്നെയും കിട്ടി. അങ്ങനെ മുരിങ്ങക്കായ കറിയും ബീഫ് വരട്ടും പപ്പടമൊക്കെ കൂട്ടി ചോറ് കഴിച്ചു കേട്ടോ. ചോറ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെയും എനിക്ക് കറി മാത്രം കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ വീണ്ടും പിന്നെ പോയിട്ട് കറിയും ബീഫും കുറച്ച് ഒരു പപ്പടമൊക്കെ എടുത്ത് പിന്നെയും കഴിച്ചു. എല്ല് കടിച്ചിട്ട് കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ ഞാൻ ഒരുവിധം മയപ്പെടുത്തി എടുത്തു. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മോനെ കൊണ്ടുവരാനായി. സമയം 3 മണി ആയിരുന്നു കേട്ടോ. ചോറ് കഴിച്ച് വന്നപ്പോഴത്തേക്കും മോനെ കൂട്ടിക്കൊണ്ട് വന്നു അങ്കൻവാടി പോയിട്ട്. അവന് പിന്നെ ഫുഡൊക്കെ കൊടുത്ത് അവനെ കുറച്ച് നേരം കളിച്ചു. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത വീഡിയോസ് ഇടാനുള്ളൊരു ത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. എനിക്ക് പിന്നെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സ്വഭാവമുള്ളതുകൊണ്ട് ഉമ്മാനോട് ഇങ്ങനെ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അവസാനം ഉമ്മ പറഞ്ഞു, 2 പഴം എടുത്ത് പഴംപൊരി ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും ആക്കി ചായയും കുടിച്ചു. എന്തെങ്കിലും കഴിക്കാനുള്ള എൻ്റെ ത്വര അങ്ങനെ മാറിക്കിട്ടി. അപ്പോൾ രാത്രിത്തേക്കും സെയിം ഉച്ചക്കത്തെ ഫുഡ് തന്നെയാണ് കേട്ടോ. 7 മണി 7:30 ആകുമ്പോഴത്തേക്കും എൻ്റെ ഡിന്നർ കഴിയും. അത് കഴിഞ്ഞ് മോനൊരു 8:30 9 മണിയാകുമ്പോൾ അവന് ഫുഡ് കൊടുത്ത് കിടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. കൂടുതൽ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഇറ്റ്സ് മീ സജ്ന. സീ യു നെക്സ്റ്റ് ടൈം.